إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെയധികം ബന്ധമുള്ള, അവൻ ആവർത്തിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുന്ന വാചകമാണ് അല്ലാഹു അക്ബർ എന്ന വാചകം. 5 നേരത്തെ ബാങ്ക് വീടുകളിലൂടെ, ഇഖാമത്തിലൂടെ നിരന്തരം നമ്മൾ ഈ വാക്ക് കേൾക്കുന്നു. ഓരോ നിസ്കാരത്തിലും ഓരോ റുക്നിലേക്ക് പോകുമ്പോഴും നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നു. പ്രത്യേകിച്ച് പെരുന്നാൾ വരുമ്പോൾ ഈ വാചകം നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കും. ഈദുൽ അദ്ഹ, അതിന്റെ സന്ദർഭത്തിൽ ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 13 വരെ ഇത് കൂടുതൽ നമ്മൾ ചൊല്ലുന്നു. അല്ലാഹു അക്ബർ എന്ന ആ വാക്കിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കും. അല്ലാഹു അക്ബർ എന്ന വാചകം അത് അല്ലാഹുവിനെ മഹത്വപ്പെടുത്തലാണ്. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിനെ നന്ദി കാണിക്കുന്ന ആളുകളാവുകയാണ് അല്ലാഹു അക്ബർ എന്ന വാചകം ഉരുവിടുന്നതിലൂടെ സംഭവിക്കുന്നത്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 4 വാക്കുകളാണുള്ളത്. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 അല്ലാഹു അക്ബർ, 4 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകളിൽ ഒരു വാക്കാണ് അല്ലാഹു അക്ബർ എന്ന വാക്ക്. മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, അബ്ലഗു കലിമത്തിൻ ഖാലഹൽ അഅറബു ഫി തഅദീമി വൽ ഇജ്ലാൽ. അറബികൾ പറഞ്ഞ വാക്കുകളിൽ അല്ലാഹു അക്ബർ എന്ന വാക്കിനേക്കാൾ ഗാംഭീര്യമുള്ള, പ്രതാപമുള്ള, അർത്ഥവത്തായ മറ്റൊരു വാക്കുമില്ല. ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും പ്രതാപം ഉൾക്കൊള്ളുന്ന
ഏറ്റവും മഹത്വത്തിന്റെ വാക്കാണ് അല്ലാഹു അക്ബർ എന്ന വാക്ക്. അതിനെ തുല്യമായി സമാനമായി മറ്റു വാക്കില്ല എന്നാണ് മുഫസ്സിറുകൾ അല്ലാഹു അക്ബർ എന്ന വാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നതാണ് അർത്ഥം. അല്ലാഹു അക്ബറു മിൻ കുല്ലി ഷൈ. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ ഭീമമായ വസ്തുക്കളുണ്ടോ അതിനേക്കാളെല്ലാം വലിയവനാണ് അല്ലാഹു. അവന്റെ ദാത്തുകൊണ്ട് അല്ലാഹു ഉന്നതനാണ്, അല്ലാഹു വലിയവനാണ്. ഇനി അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ എടുത്താൽ ആ വിശേഷണങ്ങൾ കൊണ്ടവൻ മഹോന്നതനും ഏറ്റവും വലിയവനും അത്യുന്നതനുമാണ്. ഇതാണ് അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹു അക്ബർ എന്ന വാക്ക് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഗാംഭീര്യം, അവന്റെ മഹത്വം, അവന്റെ പ്രതാപം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അല്ലാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട അല്ലാഹുവിന്റെ വില അവന് അല്ലാഹു വകവെച്ചു കൊടുത്തില്ല. വൽ അർദു ജമീഅൻ ഖബ്വതുഹു യൗമൽ ഖിയാമഹ. അല്ലാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഈ ഭൂമി മുഴുവൻ അല്ലാഹുവിന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നുള്ളതാണ്. നമുക്ക് മുകളിൽ തൂണുകളില്ലാതെ പ്രവിശാലമായി നിലകൊള്ളുന്ന ഈ നീലാകാശങ്ങൾ അതല്ലാഹു അവന്റെ വലത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കുന്നത്. അല്ലാഹുവിന്റെ വലുപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്റെയും കുർസിന്റെയും റബ്ബാണ് അല്ലാഹു. അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് കുർസി. എന്താണ് അല്ലാഹുവിന്റെ കുർസി എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ പാദപീഠമാണ്. മൗളിഉ ഖദമൈ റബ്ബ്, റബ്ബിന്റെ കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥാനം, അതാണ് കുർസി എന്ന് പറഞ്ഞാൽ. എന്താണ് കുർസിയുടെ വലിപ്പം നിങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സമാവാതു സബ്ഉ വൽ അർദീന സബ്ഉ ഫിൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർദി ഫലാ. ഏഴ് ആകാശവും ഏഴ് ഭൂമിയും അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചം അത് കുർസിയുമായി താരതമ്യം ചെയ്താൽ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം കൊണ്ടിട്ടാൽ എങ്ങനെയാണോ അതുപോലെയാണ് അല്ലാഹുവിന്റെ കുർസിയും ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും താരതമ്യം ചെയ്താലുണ്ടാവും. കുർസിയിനേക്കാൾ വിശാലമാണ് അർശി എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ കാൽപാദം വെക്കുന്ന കുർസി അത് ആകാശ ഭൂമിയോളം വിശാലമാണ് എങ്കിൽ ആ കുർസിയിനേക്കാൾ വലിയ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ അർശ്. അർശിന്റെ മേലാണ് അല്ലാഹു ഉപവിഷ്ടനായിരിക്കുന്നത്. അർശിന്റെ വലുപ്പം എന്താണ്? കുർസിയുടെ വലുപ്പം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അർശും കുർസിയും താരതമ്യം ചെയ്താൽ ഒരു വലിയ മരുഭൂമിയിൽ ഒരു മോതിരം കൊണ്ടിട്ടാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് അർശിനെ സംബന്ധിച്ചിടത്തോളം കുർസിയുടെ വലുപ്പം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ അർശിന്റെ മേൽ ഉപവിഷ്ടനായ ആ കുർസിയുടെ മേൽ കാൽപാദങ്ങൾ വെക്കുന്ന ഏറ്റവും വലിയവനാണ് അല്ലാഹു. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് കടന്നു വരേണ്ട അല്ലാഹുവിന്റെ ഗാംഭീര്യം അതാണ്. അല്ലാഹുവിന്റെ കുർസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അല്ലാഹുവിന്റെ അർശിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ അർശിനെ താങ്ങി നിർത്തുന്ന അതിനെ വഹിക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ വലുപ്പം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശ് ചുമക്കുന്ന മലക്കുകളിൽ ഒരു മലക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ അനുമതി നൽകിയിട്ടുണ്ട്. ആ മലക്കിന്റെ കാര്യം എന്താണ്? മാ ബൈന ശഹ്മതി ഉദുനി ഇലാ ആതിഖിഹി മസീറതു 700 ആമിൻ. അല്ലാഹുവിന്റെ അർശ് വഹിക്കുന്ന ഒരു മലക്കിന്റെ വലുപ്പം
പൂർണ്ണമായ വലുപ്പമല്ല. ആ മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ ആ മലക്കിന്റെ തോൾ വരെയുള്ള ദൂരം അത് 700 കൊല്ലത്തെ വഴി ദൂരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് മലക്കിന്റെ വലുപ്പം? ചെവിക്കുറ്റി മുതൽ തോൾ വരെ 700 വർഷത്തെ വഴി ദൂര യാത്രയാണ് എങ്കിൽ ആ ഒരു വലുപ്പമാണ് ആ മലക്കിന്റെ ഈ ഭാഗത്തിനുള്ളത് എങ്കിൽ ആ മലക്കിന്റെ മുഴുവൻ വലുപ്പം എത്രയായിരിക്കും? അങ്ങനെയുള്ള മലക്കുകൾ വഹിക്കുന്ന കുർസിയുടെ അർശിന്റെ വലുപ്പം എത്രയായിരിക്കും? ആ അർശിന്റെ മേൽ ഇസ്തിവായിലായിരിക്കുന്ന ദുൽ അദമതി വൽ കിബ്രിയാഇ വൽ ജലാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വലുപ്പം എത്രയായിരിക്കും? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആശയമാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു മുഅ്മിൻ അവന്റെ മനസ്സിൽ അല്ലാഹുവിനേക്കാൾ വലുതായി മറ്റൊന്നും ഉണ്ടാകുവാൻ പാടില്ല. അവനേറ്റവും കൂടുതൽ ഭയക്കേണ്ടത്, അവനേറ്റവും കൂടുതൽ ഭരമേൽപ്പിക്കേണ്ടത്, അവനേറ്റവും അധികം പ്രതീക്ഷ വെക്കേണ്ടത് അല്ലാഹുവിലാണ്. അല്ലാഹുവിനോളം വലുപ്പമുള്ള ഒരു കാര്യവും അവന്റെ മനസ്സിലുണ്ടാകുവാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെക്കാൾ പ്രിയമുള്ള മറ്റൊന്നും അവന്റെ ഹൃദയത്തിലുണ്ടാകുവാൻ പാടില്ല. അല്ലാഹു ആയിരിക്കണം അവന്റെ മനസ്സിൽ ഏറ്റവും വലുത്. അല്ലാഹുവിന്റെ ദീനായിരിക്കണം അവന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അക്ബറാണ്, എല്ലാത്തിനേക്കാളും വലിയവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവിനൊരു ന്യൂനതയോ അല്ലാഹുവിനൊരു കുറവോ ഇല്ല. അല്ലാഹുവിനുള്ള സിഫത്തുകൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെല്ലാം അത് പരിപൂർണമാണ്, അതിൽ യാതൊരു കുറവുമില്ല. എല്ലാ ഉന്നതങ്ങളായ വിശേഷണത്തിന്റെയും ഉടമയാണ് അല്ലാഹു. ആ വിശേഷണങ്ങളിൽ ഒരു കുറവും ഒരു ന്യൂനതയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉയരത്തിലാണുള്ളത്. വലില്ലാഹിൽ മസലുൽ ആല, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെല്ലാം ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളാണ് എന്നതുപോലെ അല്ലാഹു ഏറ്റവും ഉന്നതിയിലാണ്. അല്ലാഹുവിന്റെ സ്ഥാനം ഏറ്റവും മുകളിലാണ്. മുസ്ലിമീങ്ങളിൽ പല ആളുകളോടും അല്ലാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അല്ലാഹു എല്ലായിടത്തുമുണ്ട്. അല്ലാഹു തൂണിലും തുരുമ്പിലുമുണ്ട് എന്നൊരു മുസ്ലിമീങ്ങൾ പറയാണ്. അല്ലാഹു എവിടെയാണ്? അല്ലാഹുവിന്റെ സ്ഥാനം എവിടെയാണ്? ഏറ്റവും മുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെയും മുകളിലാണ്. ഏറ്റവും മുകളിൽ അല്ലാഹുവാണുള്ളത്. അവന്റെയും മുകളിൽ ഒന്നും തന്നെയില്ല. നമ്മൾ അർശിനെ കുറിച്ച് പറഞ്ഞു. അർശി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് അർശി എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ സൃഷ്ടി എന്ന് മാത്രമല്ല, ഏറ്റവും ഉയരത്തിലുള്ള അല്ലാഹുവിന്റെ സൃഷ്ടി അത് അർശാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉയരത്തിലുള്ളത് അല്ലാഹുവിന്റെ അർശാണ്. അതിന്റെയും മുകളിലാണ് അല്ലാഹു ഉള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ബൈന അസ്സമാഇ ദുനിയ വല്ലതി തലിഹ 500 ആമിൻ. ഓരോ ആകാശങ്ങൾക്കും ഇടയിലുള്ള വഴിദൂരം 500 വർഷത്തെ വഴിദൂരമാണ്. ഓരോ ആകാശത്തിനും ഇടയിലുള്ള വഴിദൂരം ഒന്നാം ആകാശം മുതൽ രണ്ടാം ആകാശം വരെ 500 വർഷത്തെ ദൂരം. അങ്ങനെ ഓരോ ആകാശത്തിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വബൈന അസ്സമാഇ السابعة والكرسي 500 ആമിൻ. ഏഴാം ആകാശം അതിനും അല്ലാഹുവിന്റെ കാൽപാദങ്ങൾ വെക്കുന്ന കുർസിയിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. വബൈന الكرسي والماء 500 ആമിൻ. അല്ലാഹുവിന്റെ കുർസിയിനും വെള്ളത്തിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. വൽ അർശു ഫൗഖൽ മാഇ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശ് വെള്ളത്തിനും മുകളിലാണ്. നോക്കൂ, ഓരോ
ആകാശങ്ങൾക്കുമിടയിൽ 500 വർഷത്തെ വഴിദൂരം. അവസാനത്തെ 7ാം ആകാശത്തിനും കുർസിയിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരം. കുർസിയിനും വെള്ളത്തിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരം. ആ വെള്ളത്തിനും മുകളിലാണ് അല്ലാഹുവിന്റെ അർശ്. വല്ലാഹു ഫൗഖൽ അർശ്. അല്ലാഹു ഈ അർശിന്റെയും മുകളിലാണ്. ഇത്രയും ഉന്നതിയിലാണ്, ഏറ്റവും മുകളിലാണ് അല്ലാഹു ഉള്ളത്. എങ്കിലും ലാ യഖ്ഫ അലൈഹി ശൈഉൻ മിൻ അഅമാലികും. അല്ലാഹു ഏറ്റവും മുകളിലാണെങ്കിലും നിങ്ങളുടെ ഒരു കർമ്മവും ഒരു ചലനവും അല്ലാഹുവിൽ നിന്ന് മറയുന്നില്ല. അല്ലാഹു അർശിന്റെ മുകളിലിരുന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു. നമ്മളുടെ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ഓരോ വാക്കുകളും അവൻ സൂക്ഷ്മമായി അറിയുന്നു. അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥവിശാലതയാണ് സഹോദരങ്ങളെ ഇതെല്ലാം. ഏറ്റവും ഉന്നതനായവൻ, ഏറ്റവും വലിയവൻ, ഒരു കുറവും ന്യൂനതയുമില്ലാത്തവൻ, പരിപൂർണനായവൻ, അവനാണ് നമ്മുടെ റബ്ബ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഈ റബ്ബിനെ നമുക്ക് പോരെ. ഈ റബ്ബല്ലാത്ത കേവലം പടപ്പുകളെ എന്തിനാണ് മനുഷ്യർക്ക്? ഈ റബ്ബിന്റെ അടിമകളാണ് എന്നതിൽ നമ്മൾ അഭിമാനിക്കുക. നമ്മുടെ റബ്ബിന്റെ മഹത്വം ഇതാണ്. നമ്മുടെ റബ്ബിന്റെ അവന്റെ മഹത്വവും അവന്റെ പ്രതാപവും ഇതാണ്. ഈ റബ്ബിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഈ മഹത്വം കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഈ പ്രതാപം കൊണ്ടാണ് തക്ബീറുകളിൽ അല്ലാഹു അക്ബർ എന്നാവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും വലിയവനായ അല്ലാഹു അവൻ മാത്രമാണ് യഥാർത്ഥ ഇലാഹ്. വലില്ലാഹിൽ ഹംദ്. ഇത്രയും വലിയവനായ, ഇത്രയും മഹത്വമുള്ള, ഇത്രയും ഉന്നതനായ അല്ലാഹു അവനാണ് എല്ലാ സ്തുതികളും വാക്കുകളും പുകഴ്ത്തലുകളും ഉള്ളത്. ഇതാണ് തക്ബീറിന്റെ അർത്ഥങ്ങൾ. തക്ബീറിന്റെ അർത്ഥവിശാലത ഇതാണ് എന്ന് നമ്മൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ എന്ന വാക്കിൽ നിന്ന് ഒരുപാട് സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ റബ്ബിനെ ധിക്കരിക്കുന്നതിൽ നമുക്ക് ഭയം വേണം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ തൻദുർ ഇലാ സിഗറിൽ ഖതീഅ. നീ ചെയ്യുന്ന തിന്മയുടെ വലുപ്പത്തിലേക്ക് നീ നോക്കരുത്. വലാകിൻ ഉൻദുർ അദമത മൻ തഅസി. ഒരു ചെറിയ തിന്മയിലൂടെയാണെങ്കിലും നീ ധിക്കരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ മഹത്വത്തെ കുറിച്ച് നീ ആലോചിക്കുക. ഈ റബ്ബിനെയാണ് നീ ധിക്കരിക്കുന്നത്. അല്ലാഹു ചോദിച്ചില്ല, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. എന്ത് പറ്റി നിങ്ങൾക്ക് അല്ലാഹുവിന് നിങ്ങൾ ഒരു ഗാംഭീര്യവും നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ലേ? ഇത്രയും മഹത്വമുള്ളവനായ റബ്ബിനെ ധിക്കരിക്കുമ്പോൾ ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്? നമ്മൾ ചിന്തിക്കുക. തിന്മകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ റബ്ബിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ അല്ലാഹ് എന്ന വാക്ക് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കണം. സലഫു സാലിഹീങ്ങൾ അവരോട് ഇത്തഖില്ലാഹ് എന്ന് പറയപ്പെട്ട അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക എന്ന അല്ലാഹുവിന്റെ പേര് അവരോട് സ്മരിക്കപ്പെട്ടാൽ അവരുടെ കൈകളിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് വിറച്ച് താഴേക്ക് വീഴുമെന്നാണ് അവർ അല്ലാഹുവിന് കൊടുത്ത വില. ഇതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് ഒരു മരത്തണലിൽ വിശ്രമിക്കുകയാണ്. അവിടുത്തെ വാള് ഒരു മരക്കൊമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂക്കിയിട്ടു. അവിടുന്ന് കണ്ണു തുറന്നപ്പോൾ ഒരു അറാബി ഈ വാള് ഓങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് ആ അറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മുഹമ്മദ്, എന്റെ ഈ വാളിന്റെ മുനയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും പേടിക്കാതെ ധൈര്യത്തോടുകൂടി പറഞ്ഞു, അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹ് എന്ന പേര് കേട്ടപ്പോൾ അറാബിയുടെ കയ്യിലുള്ള വാള് വിറച്ച് നിലത്തേക്ക് വീടു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ വാൾ തിരിച്ചെടുത്തിട്ട് അറാബിയുടെ കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ വാൾമുനയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? അള്ളാഹുവിന്റെ വാക്കിൽ നിന്ന്, അള്ളാഹുവിന്റെ ആ പേരിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഭയം കാരണം അയാൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു എന്നാണ്. അല്ലാഹ് എന്ന പേര്, അള്ളാഹുവിന്റെ മഹത്വം, അല്ലാഹു അക്ബർ എന്നതിന്റെ ആശയം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, രഹസ്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, അയ്യാമു തശ്രീഖിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ, ഇതിനാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുക. അയ്യാമു തശ്രീഖ് എന്നാൽ മുൻപ് കാലഘട്ടങ്ങളിൽ ഹാജിമാർ യൗമുൻ നഹറിൽ അവരുടെ ഹദീകൾ അറുക്കും. യൗമുൻ നഹർ എന്നാൽ ദുൽഹിജ്ജ 10. ആ യൗമുൻ നഹറിലാണ് ഹാജിമാർ അവരെ ഹദീകൾ അറുക്കുക. ശേഷമുള്ള ദിവസങ്ങളിൽ ആ മാംസങ്ങൾ കേടുവരാതിരിക്കുന്നതിന് വേണ്ടി അവരാ മാംസങ്ങൾ കഴുകി വൃത്തിയാക്കി അതിൽ ഉപ്പിട്ട് വെയിലത്ത് വെച്ച് അത് ഉണക്കും. തശ്രീഖ് നടത്തുക എന്നുള്ളതാണ് ആ പ്രക്രിയക്ക് പറയുക. അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഈ അയ്യാമു തശ്രീഖ് 3 ദിവസങ്ങൾ, അത് ഈദുനാ അഹ്ലൽ ഇസ്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളെ പെരുന്നാൾ ദിവസങ്ങളാണ്. ആ പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല. ലാ തസൂമു, അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല. കാരണം അത് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രില്ലാ, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അതിന്റെ നന്ദിയായി അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കാനുമുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ഭക്ഷിപ്പിക്കുകയും അതിന്റെ നന്ദിയായി അല്ലാഹുവിനെ ധാരാളം ഓർക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു വസ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. മുഫസ്സിറുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലെയുള്ള മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നാൽ ദുൽഹിജ്ജയിലെ ഈ 13 ദിവസങ്ങളാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ ദിക്ർ ചെയ്യുക എന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളത്. നാവ് കൊണ്ട്, ഹൃദയം കൊണ്ട്, നാവും ഹൃദയവും ഒരുമിച്ചുകൊണ്ട് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ പതിവുശീലമാണ്. എങ്കിലും ഈ ദിവസങ്ങളിൽ കൂടുതലായി അല്ലാഹുവിനെ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തക്ബീർ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നീ ദിക്റുകൾ ധാരാളമായി നമ്മൾ ചൊല്ലുക. ഈ ദിവസങ്ങളിൽ അല്ലാഹുവിനെ ഓർക്കുന്നതിൽപ്പെട്ടതാണ് തക്ബീറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. സ്വഹാബത്തിന്റെ ചര്യയായിരുന്നു. ഈ ദിവസങ്ങളിൽ അവർ തക്ബീറുകൾ അധികരിപ്പിക്കും, ഉച്ചത്തിൽ തക്ബീറുകൾ അവർ ചൊല്ലും. എത്രത്തോളം എന്നാൽ സ്വഹാബികളുടെ തക്ബീർ കേട്ട ആളുകൾ അവരുടെ തക്ബീറുകളെ ഉപമിച്ചത് കടലിന്റെ ഇരമ്പലിനോടാണ്. തിരമാലകളുടെ ഇരമ്പൽ പോലെ സ്വഹാബികൾ ഉച്ചത്തിൽ അവർ തക്ബീറുകൾ ഈ ദിവസത്തിൽ ചൊല്ലാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. തക്ബീറുകൾ ധാരാളമായി അധികരിപ്പിക്കുക. അങ്ങാടികളെന്നോ വീടെന്നോ ജോലിസ്ഥലമോ എന്ന് വ്യത്യാസമില്ലാതെ ധാരാളമായി തക്ബീറുകൾ ചൊല്ലുക.
തക്ബീറുകൾ ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പള്ളികളിലെല്ലാം തക്ബീർ ചൊല്ലുമ്പോൾ മറ്റ് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് തടസ്സമില്ലാത്ത രൂപത്തിൽ, അവർക്കൊരു തശ്വീഷ് ഉണ്ടാക്കാത്ത രൂപത്തിലായിരിക്കും നമ്മൾ തക്ബീർ ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ കൂട്ടമായി ഓരോ ഈണത്തിലും താളത്തിലും കൂട്ടമായി തക്ബീർ ചൊല്ലുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ ചര്യയിലില്ല. ഒരാളിങ്ങനെ ഒച്ചത്തിൽ തക്ബീർ ചൊല്ലുന്നു, അത് ഏറ്റു ചൊല്ലുന്നു, ഒരേ താളത്തിലും ഈണത്തിലും അങ്ങനെ തക്ബീർ ചൊല്ലൽ സ്വഹാബത്തിന്റെ ശരീഅത്തിൽ ഇല്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ ഒറ്റക്കായി നമ്മൾ ധാരാളം തക്ബീറുകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അവന്റെ ഫضലാണ് ഭക്ഷണം എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ നമ്മൾ അല്ലാഹുവിന് വേണ്ടി അറുത്ത ഉദ്ഹിയ്യത്തിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുന്നു. അത് അല്ലാഹു നിയമമാക്കി, അല്ലാഹു പഠിപ്പിച്ച, അവനിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാവുന്ന ഇബാദത്താണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അറുത്ത ഉദ്ഹിയ്യത്തിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് ഇബാദത്താണ്, കൂലി കിട്ടും. നമുക്ക് ആ നിയ്യത്തുണ്ട് എങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ നമുക്ക് എന്താണ്? ഇബാദത്താണ്, പ്രതിഫലം ലഭിക്കും. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ബലിയറുത്താൽ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. പാവപ്പെട്ട ദരിദ്രരായ ആളുകൾ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ ആ ഫള് ഭക്ഷിക്കുമ്പോൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുക, അല്ലാഹുവിനോട് ഹംദ് പറയുക. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ അത്അാമ വറസഖനീഹി ബിഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഭക്ഷണം കഴിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്, എനിക്ക് ഭക്ഷണം നൽകിയവനായ അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതിയും ഉള്ളത്. ഈ ഭക്ഷണം അത് ലഭിക്കുന്നതിൽ എനിക്ക് യാതൊരു കഴിവോ ഒരു പങ്കോ ഇല്ല, എല്ലാം അല്ലാഹുവിൽ നിന്നാണ് എന്ന അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ വിലമതിച്ചുകൊണ്ടുള്ള അല്ലാഹുവിനോടുള്ള സ്തുതിവാക്കുകൾ അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറക്കുവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യർദാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദുഹു അലൈഹി. ഒരടിമയിൽ നിന്ന് അല്ലാഹു ഒരു തൃപ്തിയുള്ള കാര്യമാണ്, അവൻ ഒരു ഭക്ഷണത്തരി കഴിക്കുന്നു, ആ കഴിച്ചതിന്റെ പേരിൽ അവൻ അല്ലാഹുവിനോട് ഹംദ് പറയുന്നു. ഒരു പാനീയം അവൻ കുടിക്കുന്നു, ആ കുടിച്ചതിന്റെ പേരിൽ അവൻ അല്ലാഹുവിനോട് നന്ദിയുള്ളവനായി ഹംദ് പറയുന്നു, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അല്ലാഹുവിന് തൃപ്തിയുള്ള, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. നോക്കൂ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാംസമെന്ന് പോട്ട് ഒരു പച്ചവെള്ളം ലഭിക്കാതെ, വിശപ്പും ദാഹവും സഹിക്കാനാകാതെ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഭാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു, വെള്ളം കുടിക്കുന്നു, വിവിധങ്ങളായ പാനീയങ്ങൾ നമ്മൾ രുചിച്ചു നോക്കുന്നു. അല്ലാഹുവിന്റെ വലിയ ഫضലാണ്, വലിയ അനുഗ്രഹമാണ്. അനുഗ്രഹം തിരിച്ചറിഞ്ഞ് അല്ലാഹുവിനെ സ്തുതിക്കുവാൻ, അല്ലാഹുവിനെ സ്മരിക്കുവാൻ, നന്ദിയുള്ള ആളുകളാകുവാൻ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.